ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് എഗ്ലെസ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ഒരുവിധം കേക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാനില സ്പഞ്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്കൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന മൈദ 1.5 കപ്പാണ് കേട്ടോ. 1.5 കപ്പ് അളവിലെടുത്താൽ നമുക്ക് 1 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ 1.5 കപ്പ് മൈദ, അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത്. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ആ കേക്കിനൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്, പക്ഷേ 1.5 കപ്പാണെന്ന് മാത്രമാണ് കേട്ടോ അതിനൊരു മാറ്റമുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 കപ്പ് മതി. പക്ഷേ ഇതിൽ നമ്മൾ എഗ്ഗ് ഉപയോഗിക്കാത്ത കാരണം അധികം പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 കപ്പ് എടുത്താലാണ് ഒരു മാക്സിമം നമുക്കൊരു 3 ലെയറെങ്കിലും കട്ട് ചെയ്യാനുള്ളതായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതായി മൈദയൊക്കെ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ പൊടികളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. 2-3 വട്ടമൊക്കെ തരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഒരു വട്ടം തന്നെ തരിച്ചെടുക്കണുള്ളൂ. അതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്നത് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. ഇത് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മളൊരു 1 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കൊരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു കപ്പിൽ ഇതുപോലെ മെഷർ ചെയ്തതിന് ശേഷം വേറൊരു ബൗളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു 1 കപ്പ് തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഈ പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ കൂടി ഇതിൻ്റെ തരികളൊക്കെ ഈ ഒരു തൈരിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണ വരെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്കിതിന് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അത് നമ്മളൊരു 3/4 കപ്പാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു മുകളിലായിട്ടാണ് നിൽക്കുക. അപ്പോൾ അത് ഈ ഒരു ബാറ്ററിനോട് നന്നായിട്ട് ചേരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായി മിക്സായി കിട്ടും. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സാധാ വാനില എസൻസ് ചേർത്ത് കൊടുക്കാറുണ്ട്, മുട്ടയുടെ സ്മെല്ലും പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു കേക്കിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വാനില എസൻസ് ചേർത്ത് കൊടുത്തത്. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലോർ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. അധികം കട്ടൊന്നും കെട്ടാണ്ട് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവർ മിക്സിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വളരെ കുറച്ചായിട്ടിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു അളവ് അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ അത്ര അങ്ങോട്ട് ലൂസായിട്ടുണ്ടാവില്ല, ചെറുതായിട്ടൊരു തിക്നെസ്സിലാണ് കേട്ടോ ഈ ഒരു ബാറ്റർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ഒരു ബാറ്ററിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഈ വിസ്കിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി അതിൽ നിന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ട് അതൊന്ന് ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ എണ്ണ തടവിയിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ബാറ്ററും ഇതുപോലെ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളൊന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. ഇതൊരു 8 ഇഞ്ച് വരുന്നൊരു ടിന്നാണ് കേട്ടോ. നമ്മൾ 7 ഇഞ്ച് എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. എൻ്റെ കയ്യിൽ 7 ഇഞ്ചില്ല, 8 ഇഞ്ച് വരുന്നൊരു ടിന്നാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുവെച്ചെങ്കിൽ 7 ഇഞ്ചിൻ്റെ ടിൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളൊന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കതിന് ശേഷം നോക്കിയിട്ടായിട്ടില്ല വെച്ചെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 40 മിനിറ്റ് തന്നെ ആയി നോക്കുമ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്യൂർ വെച്ചിട്ട് നിന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്കിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ സ്പഞ്ച് ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുന്ന ഇത് മാത്രമല്ല
അതല്ലാതെ നമുക്ക് ബനാന കേക്ക്, ക്യാരറ്റ് കേക്ക് അതൊക്കെ എഗ്ലെസ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ടിന്നിൻ്റെ അളവ് 8 ഇഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും അങ്ങോട്ട് ഹൈറ്റ് വരാത്തത്. നമ്മൾ 7 ഇഞ്ചിലാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 3 ലെയർ അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ 3 ലെയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കേക്കിന് വേണ്ടിയിട്ട്. വലിയ തിക്നെസ് ഇല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3 ലെയറൊക്കെ ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു കേക്കൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കേക്കിൻ്റെ വീഡിയോസും അതുപോലെ നമ്മുടെ റെസിപ്പി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.